ബലാത്സംഗ കേസിൽ റാപ്പർ വേടന്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. അറസ്റ്റ് ചെയ്യരുത് എന്ന ഉത്തരവ് തിങ്കളാഴ്ച വരെ നീട്ടി. വിവാഹ വാഗ്ദാനം നൽകിയെന്നത് മാത്രം ക്രിമിനൽ കുറ്റത്തിന് കാരണമായി കണക്കാക്കാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി. വേടൻ സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ളയാളാണെന്നും ജാമ്യം നൽകിയാൽ തെറ്റായ സന്ദേശം നൽകുമെന്നും പരാതിക്കാരി കോടതിയെ അറിയിച്ചു. തിങ്കളാഴ്ചയ്ക്കുള്ളിൽ തെളിവുകൾ ഹാജരാക്കാൻ പരാതിക്കാരിക്ക് കോടതി നിർദ്ദേശവും നൽകി. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, കോടതി ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ കോടതി ഒരു നിലപാട് വ്യക്തമാക്കിയത്. ഈ രീതിയിൽ ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം അതെങ്ങനെയാണ് ബലാത്സംഗമാവുക എന്ന് കോടതി ചോദിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വരെ അറസ്റ്റ് ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു. ചില കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ട് ഇന്നലെ പരാതിക്കാരി പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് കോടതിക്ക് മുന്നാകെ പരാതിക്കാരുടെ അഭിഭാഷക പറഞ്ഞു? അതിലെന്തായിരുന്നു കോടതി കണ്ട കാര്യങ്ങൾ? ഇന്നലെ എവിടെയാണോ കോടതി നിർത്തിയത് അവിടെ നിന്ന് തന്നെയാണ് കോടതി ഇന്ന് തുടങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ പറഞ്ഞ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഈ ലൈംഗിക ഇടപെടൽ അതിലെങ്ങനെയാണ് ബലാത്സംഗം വന്നു ചേരുക എന്ന് കോടതി ചോദിച്ചിരുന്നു. അത് ഇന്നും കോടതി ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പരാതിക്കാരി പറഞ്ഞ പ്രധാനപ്പെട്ട ആക്ഷേപങ്ങൾ: ഒന്ന്, ഈ വേടൻ വലിയ സമൂഹത്തിൽ സ്വാധീനമുള്ള ആളാണ്. നിലവിൽ വേടന് ജാമ്യം നൽകിയാൽ അത് പൊതുസമൂഹത്തിന് നൽകുന്ന തെറ്റായ സന്ദേശമായിരിക്കും. ഒരുപക്ഷെ അതൊരു പ്രോത്സാഹനം പോലെയായി മാറാനുള്ള സാധ്യതയുണ്ട്. നിരവധി പെൺകുട്ടികൾ വേടനെതിരെ സാമൂഹ്യ മാധ്യമത്തിലൂടെ അടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇയാൾ സ്ഥിരമായ ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണ് എന്ന് പരാതിക്കാരി പറഞ്ഞിരുന്നു. പക്ഷേ അതിന് കോടതി നൽകിയ മറുപടി: തനിക്ക് മുൻപിൽ നിലവിലുള്ളത് ഈ കേസ് മാത്രമാണ്, അതുകൊണ്ട് ഈ കേസിന്റെ കാര്യങ്ങൾ മാത്രം സംസാരിക്കാനാണ് നിലവിൽ താല്പര്യപ്പെടുന്നത്. മറ്റ് കേസുകൾ മുൻപിൽ വരുമ്പോൾ അത് പരിഹരിക്കാം, അല്ലെങ്കിൽ അത് പരിശോധിക്കാമെന്നാണ് കോടതി നൽകിയ മറുപടി. കോടതിയിൽ സാമൂഹ്യപരമായ വിഷയങ്ങൾക്കപ്പുറത്ത് നിയമപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നിയമത്തിന് അടിസ്ഥാനമാക്കി സംസാരിക്കൂ എന്ന പരാതിക്കാരിയുടെ അഭിഭാഷകയോട് കോടതി പറയുന്ന സാഹചര്യവും ഇന്ന് ഉണ്ടായിരുന്നു. തിങ്കളാഴ്ച വരെയാണ് വേടന്റെ അറസ്റ്റ് നിലവിൽ തടഞ്ഞിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാരണം പരാതിക്കാരി പറഞ്ഞു തനിക്ക് കുറച്ചുകൂടി രേഖകൾ ഹാജരാക്കണമെന്ന്. ബുധനാഴ്ച വരെ സമയം വേണമെന്നാണ് പരാതിക്കാരി ആവശ്യപ്പെട്ടത്. പക്ഷേ ഈ ഹർജി ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ കോടതി താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. തിങ്കളാഴ്ച വരെ സമയം നൽകാം, നിങ്ങൾക്ക് എന്ത് തെളിവാണ് ഹാജരാക്കാനുള്ളത് തിങ്കളാഴ്ചക്കുള്ളിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുവരെയാണ് വേടന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം ഇന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ ഭാഗത്തുനിന്നും ഒരു പ്രധാനപ്പെട്ട പ്രതികരണം വന്നിരുന്നു. നേരത്തെ പരാതിക്കാരി അടക്കം ഉന്നയിച്ച ഒരു ആക്ഷേപമുണ്ട്. അന്വേഷണത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചു, പോലീസ് കൃത്യമായി ഈ പ്രതിയെ പിടികൂടുന്ന നടപടികൾ സ്വീകരിച്ചില്ല എന്ന്. അതിന് പോലീസിന്റെ ഭാഗത്തുനിന്ന് മറുപടി വന്നത് വേടന് സംരക്ഷണം ഒരുക്കുന്ന നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. കോടതി അറസ്റ്റ് തടഞ്ഞൊരു പശ്ചാത്തലമുണ്ട്, മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് അറസ്റ്റിലേക്ക് കടക്കാത്തത്. മറ്റു വശങ്ങൾ, അതായത് ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ടുള്ള ഇത് സമാന്തരമായ അന്വേഷണം, മൊഴിയെടുക്കുന്നതും അതിന്റെ തെളിവ് ശേഖരണവും ഒക്കെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള വിമർശനം. ഇന്ന് വേടന് കോടതിയിൽ നിന്ന് അങ്ങനെ രൂക്ഷമായ വിമർശനമേ വേടന്റെ ഭാഗം സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. പക്ഷേ പരാതിക്കാരുടെ അഭിഭാഷകയെ കോടതി അതിരൂക്ഷ ഭാഷയിൽ വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. ഹർജി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. ഒരുപക്ഷെ തിങ്കളാഴ്ച തന്നെ ഇതിൽ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയും നിലവിൽ കാണുന്നുണ്ട്. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും.